ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ബന്നർകോട്ട ബയോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ ബന്നർകോട്ട പാർക്കിലേക്ക് ഒരു സഫാരി നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് അവിടേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു 1-2 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ യൂബറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബസ്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിലും കുറച്ച് വഴിയുണ്ട്. അപ്പോൾ നമ്മൾ മജസ്റ്റിക് വരെ ക്യാബ് ബുക്ക് ചെയ്തു യൂബറിലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് KSRTC എടുത്തിട്ടാണ് പോണത്. ഒരു 1-1.5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു. 43-44 സ്റ്റോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം നടക്കാനുണ്ട്, കുറച്ചധികം ഏരിയയിലുള്ളതാണ് കേട്ടോ. അങ്ങനെ 1600 രൂപയാണ് ടിക്കറ്റ് ആയത്. 400 രൂപയാണ് അഡൽട്ടിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. നമ്മൾ നോൺ AC ബസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതന്നെ AC ബസ്സാവുമ്പോൾ 700 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇനി അതല്ലെങ്കിൽ 4 പേരായിട്ട് കാർ എടുത്ത് പോവുകയാണെങ്കിൽ, കാർ എന്ന് പറയുന്നത് അവരുടെ പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഗ്രില്ലൊക്കെ അടിച്ചിട്ടുള്ള അവർ തന്നെ ഡ്രൈവ് ചെയ്യുന്ന കാറ്, അങ്ങനെയാണെങ്കിൽ 3600 രൂപയാണ്. അങ്ങനെ ഓരോ പാക്കേജും കാര്യങ്ങളും ഉണ്ട്. നമ്മളെടുത്തിട്ടുള്ളത് സാധാരണ കർണാടക ഗവൺമെൻറ്റിൻ്റെ ടൂറിസത്തിൻ്റെ കീഴിലുള്ള നോൺ AC ബസ്സാണ്. AC ബസ്സാകുമ്പോൾ ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സൗണ്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു നേച്ചറോ ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ സ്വതവേ നമ്മുടെ അവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരുപാട് ചൂടോ ഉഷ്ണോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോൺ AC തന്നെയാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്, കാഴ്ചകൾ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പറ്റിയിട്ടുള്ളൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഗ്രില്ല് വെച്ച് കവർ ചെയ്തിട്ടുള്ള ബസ്സാണ്. അപ്പോൾ നമ്മുടെ സൂമിങ് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ സാധാരണ മൃഗങ്ങളെ അടുത്ത് കാണുന്ന പോലത്തെ ഒരു ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നമുക്കത് പകർത്തിയെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ഇതേ നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അടുത്ത് കൂടെയാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കയറാം. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഒരു 10-30 പേരുണ്ടാവും വണ്ടിയിൽ. 2 സീറ്റായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടുപിടിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മലയാളീസിനെ കാണാൻ പറ്റി. ഏത് നാട്ടിൽ പോയാലും ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും മലയാളീസ് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന പോലെ 6 മാസമായിട്ട് കർണാടകയിൽ ജീവിച്ചിട്ടും ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴാണ് കൂടുതൽ മലയാളീസിനെ കാണുന്നത്. അതിലൊരു പ്രൗഡ് മൊമെൻറ്റ്. അതുപോലെ തന്നെ കുറേ മലയാളീസിനെ കണ്ടതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗേറ്റ് തുറന്ന് പോയിട്ടുള്ളത് മാനെ, കാട്ടുപോത്ത് തുടങ്ങിയിട്ടുള്ള ജന്തുവർഗ്ഗങ്ങളുള്ള സ്ഥലത്തേക്കാണ്. ഓരോ സ്ഥലങ്ങൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് മാനിൻ്റെയൊക്കെ കൂട്ടത്തിനെ കണ്ടു. കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അങ്ങനെ എന്താ പറയുക, സുലഭമായിട്ട് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ശരിക്കും അവരുടെ കണ്ണിൽ കൂട്ടിലിട്ട മൃഗമായിട്ടുള്ളത്. അതായത് നമ്മളാണ് ഒരു കൂട്ടിലിട്ട ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അവരുടേതായിട്ടുള്ള ലോകത്ത് അവരുടേതായിട്ടുള്ള ഏരിയയിൽ എന്താ പറയുക സുലഭമായിട്ട് മേഞ്ഞ് നടക്കുകയാണ്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായിലെ ജോബിച്ചൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അവരുടെ കമ്പനിയിൽ നിന്ന് ഓൾറെഡി ആ സ്ഥലത്തേക്ക് പോയിട്ടുള്ളതായ കാരണം പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇവിടെ വീട്ടാൻ പറ്റി. മറ്റേത് ദുബായത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നോക്കാം. പക്ഷെ അതേ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കിട്ടി. അവിടെ കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ നാച്ചുറലി നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷെ എന്തുകൊണ്ടും ദുബായ് തന്നെയാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും നേച്ചുറലി നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി റിലയബിളായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് മജസ്റ്റിക്കിൽ നിന്ന് 365 ബസ് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പ് ബന്നർഘട്ട സൂവിൽ തന്നെയാണ്. 1974 ചെറിയൊരു സൂ ആയിട്ടാണ് അവരത് തുടങ്ങിയതെങ്കിലും 2002 അത് ഇത്രയും വ്യാപിപ്പിച്ചതും നല്ല രീതിക്ക് റീകൺസ്ട്രക്ട് ചെയ്തതും. നമുക്ക് അവിടെ കാണുന്ന മൃഗങ്ങളെയൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ. അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നേരത്തെ ഫുഡ് അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ വെറ്റിനറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കായിരിക്കും അവരത് ചെയ്യുക. ഇനി ഒരു ദിവസത്തേക്കാണെങ്കിലും നമുക്ക് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനുള്ള പൈസ കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഗേറ്റ് തുറന്ന് പോയിട്ടുള്ളത് ആന സങ്കേതത്തേക്കാണ്. പിന്നെ ആനേനെ നമ്മൾ നാട്ടിലെ തലങ്ങും വലങ്ങും കാണുന്ന കാരണം അത്ര ഇത് തോന്നിയില്ല. പക്ഷെ കുറേ കുട്ടിയാനകളുണ്ടായിരുന്നു. ആനക്കൂട്ടത്തിൻ്റെ കാലിൻ്റെ അവിടേക്കൊക്കെ നോക്കി കാണാം കുഞ്ഞു ചോട്ട ബച്ചാസ് ഉണ്ടായിരുന്നു. അതൊരു രസമായിട്ട് തോന്നിയിട്ടാണ്.
ഒരു വലിയൊരു പ്രദേശത്തിൻ്റെ ഉള്ളിൽ, ഒരു കാടിൻ്റെ ഉള്ളിൽ കുറേ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവരൊരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അത്ര ഏരിയയിൽ ആ ഇനത്തിൽപ്പെട്ട മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുളത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് സൈഡാക്കി. അപ്പോൾ അവിടെ ഒരു ക്രോക്കഡൈലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അനങ്ങുന്നൊന്നുമില്ല, അത് അങ്ങനെയും വായ പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ഗേറ്റ് തുറന്നെത്തിയപ്പോഴാണ് എല്ലാവരെയും അത്ര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ദേ ഉരുണ്ടൊരു കരടിക്കുട്ടി വരുന്നുണ്ട്. രണ്ട് സൈഡിലും സീറ്റിങ്ങും കാര്യങ്ങളും ആയ കാരണം രണ്ട് സൈഡിലും മാറി മാറിയിട്ടാണ് അവർ റോഡ് സൈഡിലായിട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സൈഡിലുള്ളവർക്ക് നഷ്ടം, ഒരു സൈഡിലുള്ളവർക്ക് മുഴുവൻ കാഴ്ചകളും പറ്റില്ലല്ലോ. അപ്പോൾ ചിലതൊക്കെ ആ സൈഡിലാണ് വരുന്നത്. അങ്ങനെ വന്നതാണ് കരടി. എൻ്റെ സീറ്റിൻ്റെ അത് കൂടെയും പോയിട്ടാണ്. ബസ്സിനോട് ചേർന്നിട്ടാണ് പോയത്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് കയ്യെത്തി പിടിച്ചിരുന്നെങ്കിൽ നഖം കൊണ്ടൊക്കെ ഗ്രില്ല് പിടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ എൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ കറുത്തൊരു സാധനം അഴിഞ്ഞഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെയാണ് കരടിയുടെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കണ്ടത്. അങ്ങനെ ആ സൈഡ് മൊത്തം, അല്ലെങ്കിൽ ആ ഒരു ഏരിയ മുഴുവൻ കരടികളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. ആ രണ്ട് ഗേറ്റും തുറന്നു തന്നു. നമ്മുടെ ബസ് അകത്തേക്ക് പോവുകയാണ്. ഈ ബസ് പോകുന്ന സമയത്ത് എങ്ങാനും അതിലത്തെ ഏതെങ്കിലും മൃഗം ഓടി വരികയോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഈ രണ്ട് ഗേറ്റിൻ്റെ ഇടയ്ക്കായിട്ട് രണ്ട് കാവൽക്കാർ നിൽക്കുന്നുണ്ട്. അവരെങ്ങനെ വീട്ടിൽ പോവും അല്ലെങ്കിൽ അവരെവിടെയാണ് താമസിക്കണമെന്നൊക്കെ ആലോചിച്ച് എൻ്റെ തല പുണ്ണായി. പക്ഷേ ഈ റോട്ടിൽ കൂടെയൊക്കെയും ബൈക്ക് എടുത്തിട്ട് പോകുന്നവരുണ്ട് കേട്ടോ. അവർ ചിലപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നവരോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരായിരിക്കണം. അപ്പോൾ ആ ഗേറ്റ് കടന്നിട്ട് നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹത്തിൻ്റെയും പത്നിയായിട്ടുള്ള സിംഹിണിയുടെ അടുത്താണെന്ന് പറഞ്ഞ പോലെ പെൺസിംഹത്തിൻ്റെ അടുത്താണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു കാട്ടിലെ ഒരു രാജാവേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഓരോ സിംഹത്തിൻ്റെയും അല്ലെങ്കിൽ പെൺസിംഹത്തിൻ്റെയും കഴിഞ്ഞിട്ട് അടുത്ത സിംഹത്തിൻ്റെ കൂട്ടെത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അങ്ങനെ പല സെക്ഷനാക്കിയിട്ടാണ് ഇവരുടെ ആ ഒരു ഏരിയ തരംതിരിച്ചിട്ടുള്ളത്. കാരണം തമ്മി കണ്ട കടികൂടുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെയർ സിംഹത്തിനെ കാണുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. ഇവർ കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം കണ്ടത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ചിലരൊക്കെ ഫുഡ് കഴിച്ച് ഉറങ്ങുകയെന്ന് തോന്നുന്നുണ്ട്. നമ്മളൊരു ഒരു 3 മണി 4 മണി സമയത്താണ് പോയിട്ടുണ്ടായിരുന്നേ. എങ്കിലും കുറേയൊക്കെ കാണാൻ പറ്റി. നമ്മുടെ ഡ്രൈവറേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ആളോടൊരു താങ്ക്സ് പറഞ്ഞു. കാരണം ഒരു മൃഗത്തിനെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ തരും. ഓക്കെ, ഇന്ന സൈഡിലാണ് ആ മൃഗം ഉള്ളത്, അവിടെ കൊണ്ടുചെന്ന് പാർക്ക് ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഇടും. പിന്നെ ആ മൃഗത്തിനെ വണ്ടിയിലുള്ള എല്ലാവരും കാണുന്ന രീതിക്ക് ആ ഒരു വിഷൻ പാസ്സാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ചില ഹിഡൻ സ്പോട്ടുകൾ ഉണ്ടാവുമല്ലോ, ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. പക്ഷെ ആ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് വെച്ചിട്ട് ആൾ ആ സൈഡ് ചെരിച്ച് നിർത്തി അല്ലെങ്കിൽ പാർക്ക് ചെയ്ത് ഒന്ന് കയറി കറക്കി അല്ലെങ്കിൽ ഒന്ന് ബാക്ക് എടുത്ത് റിവേഴ്സാക്കി അങ്ങനെ അതിനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന രീതിക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ അയാൾക്കൊരു എന്താ പറയുക സല്യൂട്ട്. ഞാൻ ഇറങ്ങിയിട്ടൊരു താങ്ക്സ് പ്രത്യേകം പറയുകയും ചെയ്തു. ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒറിജിനൽ വോയിസ് തന്നെ കൊടുക്കണം, വോയിസ് ഓവർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ്. കാരണം അത്രയും ആ 10-30 പേരുടെ എക്സൈറ്റ്മെൻറ്റും മോളിടലും കാറിലും കൂകലും പിന്നെ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളുടെ സന്തോഷത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ശരിക്കും കേൾപ്പിക്കണം തന്നെയായിരുന്നു. പക്ഷെ പണ്ട് കാര്യമില്ല, 10-30 പേര് ഒരു ബസ്സിൻ്റെ ഉള്ളിൽ ഒന്നിച്ച് വച്ചിട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത്. കാരണം നമ്മൾ പറയുന്ന എക്സ്പ്ലനേഷനിൽ കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാണുന്ന കാഴ്ചയോടൊപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ആ വീഡിയോ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിയുന്ന എല്ലാവരും ഈ ഒരു യാത്ര കൂടി ഇൻക്ലൂഡ് ആക്കുക അവരുടെ യാത്രയിൽ എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എന്താ പറയുക, ബാംഗ്ലൂർ വരാൻ വിചാരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുക. പക്ഷെ എല്ലാവർക്കും സാധ്യമാവണ കാര്യമാവണം എന്നില്ല. അതുകൊണ്ട് അല്ലാത്തവർ ഇങ്ങനെ എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഗേറ്റ് തുറന്നെത്തിയിട്ടുള്ളത് ഒരു എന്താ പറയുക, രാവണൻ്റെ മുന്നിലാണെന്ന് പറയുന്ന പോലെയാണ്. ഇതാണ് കാട്ടിലെ താരം എന്ന് പറയാം. ഇവനാണ് ആ ഒരു മൊത്തം യാത്ര, ഒരു അരമണിക്കൂർ നീണ്ട യാത്രേനെ പൊളിച്ചടക്കി അതിലെ താരം എന്ന് പറയുന്നത് ഇവനെയാണ്. നമ്മൾ ചെന്ന് നിൽക്കണത് തന്നെ അവൻ്റെ മുന്നിലാണ് കേട്ടോ. ആൾ കുളിക്കുക എന്നല്ല, വെള്ളത്തിലായിരുന്നു. ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ നമ്മൾ നിന്ന് അവനെ കാണുകയാണെന്ന് പറഞ്ഞപ്പോൾ
അവൻ്റെ അഭ്യാസം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു സർക്കസിലാണോ വന്നേക്കണേ, ഇവരൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണോ, കുറച്ച് പേര് ട്രെയിൻ ചെയ്തിട്ടാണോ ഇവനെ നിർത്തിയേക്കണമെന്നുള്ളത്. നമ്മളവനെ കണ്ട് നമ്മളതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവനാൾ ജോറായി. ഒരു കഥയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മുതലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് കമൻറ്റ് പറയുമായിരുന്നു, നമ്മൾ തൃശ്ശൂർകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു ബാൻഡ് സെറ്റ് ആയിക്കോട്ടെ, ഒരു ശിങ്കാരി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു ആന ആയിക്കോട്ടെ, അവൻ്റെ മാക്സിമം കഴിവെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവൻ്റെ നെഞ്ചത്തൊരു പൊൻതൂവൽ എന്നുള്ള രീതിക്ക് നമ്മുടെ കയ്യിലുള്ളൊരു മണി നോട്ട് കുത്തി വയ്ക്കുക എന്ന് പറയാം. അതുപോലെ ജീവനുള്ളതാണ്, ഉപദ്രവിക്കില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടൊരു 100 രൂപയുടെ നോട്ട് കഴുത്തിലിട്ട് കൊടുക്കണമെന്ന് തോന്നും. അത്രയും നന്നായിട്ടായിരുന്നു കേട്ടോ ആ ഒരു സിറ്റുവേഷൻ അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബസ്സിലുള്ള എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും ഒച്ചയിട്ടിട്ടും ബഹളം ഇട്ടിട്ടും അവരുടേതായിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മൂപ്പരാൾ നല്ല പോസിങ് ആയിരുന്നു. എന്താ പറയുക, എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി, ഞാൻ ഇങ്ങനെ നിൽക്കാം അങ്ങനെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പോസിങ് ആയിരുന്നു. വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ നിന്ന് എടുത്തു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ്, എന്താ പറയുക, ഇത്രയും പേരെ കണ്ടതിൽ ഇവനെയാണ് എല്ലാവർക്കും ഒരു കൗതുകം, ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടാവുക ആ ഒരു 5-10 മിനിറ്റിലെന്ന് പറയാം. ടാറ്റ ബൈ ബൈ പറഞ്ഞ് മതിയാവണില്ല, കണ്ട് തീർന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. ആ ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കളഞ്ഞു കിട്ടിയ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടിയോട് തോന്നിയിട്ടുള്ള ഒരു ഇഷ്ടം പോലെ അവനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, ഒക്കെ ഓരോ ചാപ്റ്റേഴ്സ് ആണല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത ഗേറ്റ് തുറന്ന് ഇനി എന്താണ് കാഴ്ച എന്നുള്ള ആകാംക്ഷയിലെ കണ്ടുമുട്ടിയിട്ടുള്ളത് കടുവേനെയായിരുന്നു. ഇതിൽ പുറത്ത് നടക്കുന്നത് ആണാണ് കേട്ടോ, ആൺകടുവയാണ്. അവനെ കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ അവിടേക്ക് വരാം, നമുക്കും അവനും തമ്മിൽ ഒരു ഗ്യാപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ നടക്കുന്നത് ആ 2 പെൺപിള്ളേരുടെ പിന്നാലെയാണ്. അതിൻ്റെ ഉള്ളിൽ ഏട്ടനൊക്കെ ആകുമ്പോൾ കമൻ്റ് അടിയായിരുന്നു, ജാനകി ജാനു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ ആ പെൺകടുവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണെങ്കിൽ ഒരു ബാരിയർ വെച്ചിട്ട് ഒരു ഗേറ്റ് വെച്ച് അടച്ചേക്കാണ്. കുറേ നേരം തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ എന്താ പറയുക, പൂവാലന്മാർ പിന്നാലെ നടക്കണ പോലെ ഒരു മൈൻഡും ഇല്ലാതെ അതിനകത്ത് ഒതുങ്ങിക്കൂടി നടക്കുന്നുണ്ട്. ഇവനെ മൈൻഡാക്കണേ ഇല്ല. ഇവൻ കുറേ നിന്ന് തിരിഞ്ഞു നോക്കി, ഒരു മൈൻഡും ഇല്ലാത്ത കാരണം അതേ വിഷമത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി, പാവം ഇതിനൊറ്റയ്ക്ക് ഇട്ടേക്കാണല്ലോ, അവളാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല, ദുഷ്ടത്തി വഞ്ചകി എന്നൊക്കെ. ആ ഒരു ഏരിയ അവർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. ഒന്നില്ലെങ്കിൽ ഡെയിലി കാണുന്ന ഒരു പരിചയമെങ്കിലും കാണിക്കണ്ടേ. ഇവൾ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ നമുക്കൊക്കെ തോന്നിയിട്ടോ ഇവളെന്ത് സാധനമാണ്, ഒരു ഹായെങ്കിലും പറഞ്ഞുകൂടെയെന്ന്. പക്ഷെ മൂപ്പരാൾ നടന്ന് പോയപ്പോൾ ഇതേ അപ്പുറത്തൊരു വേലക്കാരി ജാനു പിന്നെ അതിൻ്റെ പിന്നാലെ നടന്നു തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി വെറുതെ അല്ല ഇവള് മൈൻഡാക്കാത്തത്. അതേ വന്നു നമ്മുടെ വേലക്കാരി ജാനു. സെറ്റപ്പാണ്. അപ്പുറത്ത് ശരിക്കും പിന്നാലെ നടന്നത് അവൾ വെറുതെ അല്ല മൈൻഡാക്കാഞ്ഞത്, വേറൊരുത്തിനെ വളച്ച് വെച്ചേക്കാണ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും തമാശയായിട്ടോ. എല്ലാവരും നല്ല ചിരി വരുന്നു, ഇതിപ്പോൾ എവിടുന്ന് വന്നിടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെയും അതൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരാട്ടോ. നമ്മൾ ഒച്ചയും ബഹളമൊക്കെ എടുത്തിട്ട് ഒന്ന് പിടിച്ച് നിന്നിരുന്നെങ്കിൽ തന്നെ നമ്മൾ പേടിച്ച് മൂത്രം വെച്ചേരാൻ. അതായിരുന്നു അവസ്ഥ. അതിൻ്റെ സൈസൊക്കെ കണ്ടോ, എന്തു വലുതാ. അതൊന്ന് വെറുതെ നിൽക്കുക അല്ലെങ്കിൽ എന്തിൻ്റെയും മുകളിൽ പിടിച്ച് നിൽക്കുക ചെയ്തു വെച്ചാൽ ഒരു 10 അടി ഉണ്ടാവും, നമ്മുടെയൊക്കെ ഇരട്ടി വലുപ്പുണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. ഇനി എന്താണ് അടുത്തത് കാണാൻ പോകുന്നതെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ പിന്നെയും വണ്ടി എടുത്തിട്ടുണ്ട്. കാടും മലയൊക്കെ കടന്ന് പിന്നെയും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗേറ്റ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓരോ ഏരിയ കഴിഞ്ഞാലും പിന്നെ കുറച്ച് ദൂരം യാത്ര ഉണ്ട്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പുള്ളിപ്പുലീനെയാണ്. അത് ശരിക്കും സൂമായിട്ടില്ല കേട്ടോ, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. ശരിക്കും സൂമായിട്ട് കിട്ടിയില്ല. അവരെന്തോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുത്തിപ്പറിച്ച് അല്ലെങ്കിൽ കടിച്ചു വലിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിപ്പുലിയായിരുന്നു അത്. 2 എണ്ണമാണ് കണ്ടത്, ഇനി അതിൽ കൂടുതലുണ്ടായിരുന്നോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് സിംഹവും അതിൻ്റെ പെണ്ണുമുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, മുന്നേ കണ്ടത് നല്ല ആക്റ്റീവായിരുന്നു, എണീറ്റ് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് സൈലൻ്റാണ്. ഒന്നുകിൽ പ്രായമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. 2 പേരും സൊറയൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റ് മോഡിലാണ് ഇരിക്കുന്നത്. 2 പേരും ഓപ്പോസിറ്റൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. നമ്മൾ വീട്ടിലെ അപ്പനമ്മമാരൊക്കെ റിട്ടയർമെൻറ്റ് കാലത്ത് വൈകിട്ട് ചായ കുടിക്കാനായിട്ട് നമ്മുടെ മുറ്റത്ത് വന്നിരിക്കില്ലേ,
അതുപോലെ രണ്ടുപേരും എന്തൊക്കെയോ സൊറ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളിവിടെ പോകാൻ നേരത്ത് വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ 90ഓളം സ്പീഷീസ് ഉണ്ടെന്നൊക്കെയാണ് കണ്ടത്. പക്ഷെ നമ്മൾ അത്രയൊന്നും ഇവിടെ കണ്ടുമുട്ടിയില്ല. ചിലപ്പോൾ എന്താ പറയുക, പ്രാണിയും പക്ഷിയും ജന്തുക്കളും എല്ലാം കൂടിയിട്ടായിരിക്കണം. സീബ്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഹിപ്പോപ്പൊട്ടാമസ്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ നമ്മൾ പോകുന്ന ആ റൂട്ടിൽ ഇല്ലാതിരുന്നതായിരിക്കാം, അതിനകത്ത് ഉണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമാണ്, എന്തിനൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ആ കാടിനകത്ത് ഇഷ്ടംപോലെ റോഡുകളുണ്ട്. നമ്മൾ ഏതൊക്കെയോ വഴി കൂടെ പോകുന്നു, ഏതൊക്കെയോ മൃഗങ്ങളെ കാണുന്നു. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വഴി കൂടെ പോയി കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തേനീച്ചക്കൂട്ടത്തിനെ കണ്ടുട്ടാ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തെടുത്തതാണ്. ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ പറയായിരുന്നു നമുക്ക് അതിനെ കല്ലെറിഞ്ഞാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓടാൻ വയ്യ, തണ്ടുള്ളതിനെയാണ്. ഒന്നെങ്കിൽ ഞങ്ങൾ ആ ബട്ടർഫ്ലൈൻ്റെ ഒരു കൂടാരമാണ്, അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ തമാശയൊക്കെ പറഞ്ഞ് പോവാം. സൈഡിലായിട്ട് ചെറിയ പാർക്കുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. വലിയ സെറ്റപ്പല്ല, എങ്കിലും ചെറിയൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു കൂടാരത്തിനകത്താണ് നമ്മുടെ ബട്ടർഫ്ലൈസ് ഉള്ളത്. അപ്പോൾ അതിനെ ആ ഒരു കവാടം തന്നെ അങ്ങനെ അലങ്കരിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കവാടത്തിൻ്റെ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് ചെന്നിട്ടുണ്ട്. കയറുമ്പോൾ നല്ല ആംബിയൻസ് ഒക്കെ തോന്നിയെങ്കിലും അതിനകത്തുള്ള പല ചെടികളും നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നത് തന്നെയാണ് കേട്ടോ. തെച്ചി, ചെമ്പരത്തി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇതെന്താ കാർഷിക സർവകലാശാലയിലേക്കാണോ നമ്മൾ വന്നത് എന്നാൽ പറയാൻ മാത്രം ബട്ടർഫ്ലൈസ് ഒന്നും കാണുകയും ചെയ്തില്ല. നമ്മളിങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ചിലതൊക്കെ പറക്കാതെ ആ ഇലയുടെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. എല്ലാം ഒന്ന് പറന്നിരുന്നെങ്കിൽ നന്നായേനെ. നമുക്ക് വീഡിയോ എടുക്കുമ്പോഴായാലും നമുക്ക് കാണുമ്പോഴായാലും നന്നായേനെ. മുകളിലൊക്കെ കണ്ടോ ഫുള്ള് കുടങ്ങളാണ്. ഇതിനകത്തൊക്കെ അവർ കയറിയിട്ട് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ദൃശ്യവിരുന്ന് തന്നെ ആയേനെ. അങ്ങനെ അതിനകത്ത് ചെറിയൊരു അക്വേറിയം സെറ്റപ്പ് ഉണ്ട്, ഒരു പോണ്ട് സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് നല്ല അലങ്കാര മത്സ്യങ്ങളും സക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 ഇങ്ങനെ പറന്ന് നടക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ കിട്ടും, പക്ഷെ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ അത് പറന്നു പോകുന്നത് നമ്മുടെ ഫോക്കസിലാവില്ലല്ലോ, നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ പകർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് റെയർ സ്പീഷീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ നാട്ടിൻപുറത്തും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു കൂടുതൽ. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബട്ടർഫ്ലൈസിനൊന്നും കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ അതിനകത്ത് നടന്നു. അതിലിപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കൂടുതലും മലയാളീസായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയണത് ഇതൊക്കെ നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ പറമ്പിലേക്ക് ഇറങ്ങിയ കാണുന്നതല്ലേ, വെറുതെ വരണ്ടായിരുന്നു എന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ കാണാൻ നല്ലതാണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ നാട്ടിൻപുറത്തുനിന്ന് വരുന്ന കാരണം ഇങ്ങനെ പൈസ കൊടുത്ത് കാണാൻ കയറേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. അത്രയേ ഉള്ളൂ. സംഭവം ഒരിക്കൽ കണ്ടാൽ കൊള്ളാം. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. 50 രൂപയുള്ളൂ ഒരാൾക്ക് ഫീസും കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഇതൊക്കെ ഒരു അഡീഷണൽ ആണല്ലോ. നമ്മൾ അവിടെ കയറുമ്പോൾ ഇവിടെയും കൂടി കയറുന്നു, ഇതും കൂടി കാണുന്നു, അങ്ങനെയാണല്ലോ. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ലതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്പീഷീസിനെ കുറിച്ചിട്ടും അവയുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ പിള്ളേർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് കാണുമ്പോൾ അതൊരു കൗതുകം തന്നെയാണ്. അപ്പോൾ നമ്മൾ നടന്നു പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പോണ്ടിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഓഫ് കോഴ്സ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണെങ്കിലും ചെറിയൊരു വാട്ടർഫോള്, അതൊന്ന് ഒഴുകി വരുന്ന വെള്ളം, ആ വെള്ളം ഒരു പോണ്ടിലേക്ക് എത്തുന്നു. അവിടെയാണ് സക്കറും കാര്യങ്ങളും അലങ്കാര മത്സ്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് രസം തോന്നിയിട്ടോ, നല്ലതായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, വാട്ടർഫോളിൽ നിന്ന് വരുന്ന ചെറിയ സൗണ്ട്, അതോടൊപ്പം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഫുൾ പച്ചപ്പ്, കുറേ ബട്ടർഫ്ലൈസും അതിൻ്റേതായിട്ടുള്ള ഒരു ആംബിയൻസും, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ സംഭവം കൊള്ളാം. പിന്നെ കണ്ട ഒരു വേർത്തായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു പുഴുവിൽ നിന്നൊരു പൂമ്പാറ്റയാവുന്ന, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ, ഏത് ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പുഴുവിൽ നിന്നും പൂമ്പാറ്റയാവുന്ന ഒരു ചിത്രമൊക്കെ, ആ ഒരു പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ ലൈഫ് ടൈം. അങ്ങനെ അതിൻ്റെ ഒരു ചിത്രീകരണം കാണാൻ പറ്റി. ശരിക്കും ചിത്രമല്ല കേട്ടോ, ശരിക്കുള്ളതാണ്. പുഴുവിൽ നിന്നും പ്യൂപ്പയാവുന്നതും പ്യൂപ്പ വിരിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് പൂമ്പാറ്റയായിട്ട്, പൂമ്പാറ്റയാണ് അറ്റത്തിരിക്കുന്നത്. അവരതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതൊരു മെമ്മറി തന്നെയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്,
കുട്ടികളായിട്ട് വരികയാണെങ്കിൽ നല്ലതാണ്, അവർക്ക് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ചിത്രശലഭത്തിൻ്റെ ഒരു എക്സിബിഷൻ എന്ന് പറയുന്ന പോലെയാണ്. ഒരുപാട് തരം സ്പീഷീസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരണങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാം ഒന്നും വായിച്ചു നോക്കിയില്ല, പക്ഷേ ഇതിലൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാരണം കുറേ തരത്തിലുള്ള ചിത്രശലഭങ്ങൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പാവങ്ങൾ ഇതൊക്കെ ജീവനുള്ളതായിരുന്നല്ലോ, ചത്തുപോയ പൊട്ടിച്ച് വെച്ചതായിരിക്കാം, ജീവനോടെ ഒട്ടിക്കില്ലായിരുന്നു എന്ന് വിചാരിക്കാം. കുറേ തരം ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങോട്ടൊക്കെ നോക്കി അതൊക്കെ ഒരുപാട് വലുതാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ അതൊരു വേർത്തായിട്ട് തോന്നി. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പണ്ടത്തെ ശേഖരണ പുസ്തകമാണ്. ഇപ്പോഴുള്ള പിള്ളേർക്ക് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പണ്ടത്തെ 90s കിഡ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ശേഖരണ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒരു അഡീഷണൽ ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ കണ്ട പച്ചിലയും കാര്യങ്ങളൊക്കെ ഉണക്കിയിട്ട് വെക്കുക, എന്തെങ്കിലും ഇങ്ങനത്തെ സ്പെഷ്യൽ ചിത്രങ്ങൾ ഒട്ടിച്ച് വെക്കുക. അപ്പം അങ്ങനത്തെ ഒരു ശേഖരണ പുസ്തകം തുറന്ന ഒരു പ്രതീതിയാണ് എനിക്കിതൊക്കെ ചില്ലിട്ട് വെച്ചപ്പോൾ തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നെപ്പോലത്തെ 90s കിഡ്സ് ആരെങ്കിലും കാണുന്നുണ്ട്, അവർക്കിത് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കിട്ടേക്ക്. ബട്ടർഫ്ലൈ പാക്കിനകത്ത് ബട്ടർഫ്ലൈ മാത്രമല്ല കേട്ടോ, ചെറിയ സ്പീഷീസിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളുണ്ട്. തുമ്പി, അതുപോലെ സ്കോർപ്പിയൻ, വണ്ട്, എന്താ പറയുക, ഈ ചുവപ്പും കറുപ്പും കുത്തുള്ള ചെറിയൊരു വണ്ടൊക്കെ പോലത്തെ സാധനങ്ങളില്ലേ, അതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. കുഞ്ഞാമാന്നാ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നേന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഇപ്പോൾ. പിന്നെ അതുപോലെ നമ്മുടെ പച്ചക്കാള, അതന്നെയാണോ പറയാനറിയില്ല, നമ്മുടെ വീട്ടിൽ വരുന്ന പച്ചക്കാളിയല്ല, അതിനായിട്ടും കുറച്ചും കൂടി വലുപ്പമുണ്ട് തോന്നുന്നു. അതിനെക്കുറിച്ചിട്ട്, അതുപോലെ സ്കോർപ്പിയനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ട ഫുഡും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണിക്കില്ലേ, ഇത്ര ദിവസം കൊണ്ട് ആ ഫുഡ് കഴിച്ച് തീർക്കുക എന്നൊക്കെ. അപ്പോൾ അതുപോലുള്ളൊരു കാര്യമായിട്ടോ പിന്നെ ഓർമ്മ വന്നേ. ഈ സ്കോർപ്പിയനെ കഴിക്കാൻ ഇട്ട് കൊടുത്തതാണ് കൂറ. ഞാൻ ആദ്യം കൂറേനെ കണ്ടപ്പോൾ വിചാരിച്ചു ഇതെങ്ങനെ ഇതിനകത്ത് വന്നു, അല്ലെങ്കിൽ എന്താണ് സ്കോർപ്പിയൻ്റെ കൂട്ടിൽ കൂറേനെ ഇട്ടിരിക്കുന്നതെന്ന്. പിന്നെയാണ് ബോധം വന്നത് അവർക്ക് കഴിക്കാനുള്ള ഫുഡായിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഓക്കെ ഇങ്ങനെ ചില വീഡിയോസിലൊക്കെ കാണില്ലേ, നമുക്ക് മണ്ണിരയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ കഴിച്ച് തീർക്കണത്, അതുപോലെ. ഇത് കണ്ടോ, ഇതൊരു തരം തേരട്ടയാണ്, എന്താ അതിൻ്റെ വലുപ്പം നോക്കിയേ. അപ്പോൾ അതിന് വേണ്ടി കഴിക്കാനിട്ട് കൊടുത്തതാണ് ഈ 3 പൂക്കൾ. അതിൻ്റെ ഒരേല അത് തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആപ്പിളോ തക്കാളിയോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ല, പകുതി ശോഷിച്ച് അല്ലെങ്കിൽ കഴിച്ച് ദ്രവിച്ചു പോയി തുടങ്ങി. അപ്പോൾ അതിനുള്ള ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും നടന്നു വന്നതല്ലേ, നമുക്കിരിക്കാൻ കുറച്ച് ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു ഹാള് പോലെ. ആ ഹാളിൽ തന്നെ ടി വിയിലെ ഓരോ ജീവജാലങ്ങളുടെയും ജനനവും മരണവും അവരുടെ ജീവിതകാലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ പോലെ, ഒരു ചെറിയ ഡോക്യുമെൻ്ററി പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തെത്തി. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളവിടെ കയറിയില്ല. നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അങ്ങനെ കുറേ കാലമായിട്ട് കണ്ടിട്ട് മാത്രമല്ല ഗോലി സോഡ കുടിച്ചു. ഞാൻ ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല, എന്നിട്ട് കടയത്തെ ചേട്ടനെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിച്ചു. കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പൈനാപ്പിൾ ഫ്ലേവറാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ചു. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഓരോ നാട്ടിലത്തെ സ്പെഷ്യലായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ സ്പൈറൽ വാങ്ങിച്ചു. അങ്ങനെ ഒരു മസാല ഡിപ്പൊക്കെ ചെയ്തിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്പൈറൽ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബേൽപൂരിയോ മസാലപ്പൂരിയോ അങ്ങനെ എന്തൊക്കെയോ 1-2 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് പേരും കാര്യങ്ങളും അറിയില്ല, പക്ഷെ ആദ്യം കഴിച്ചത് സൂപ്പറായിരുന്നു. രണ്ടാമത്തത് നമ്മുടെ പൊരി പോലത്തെയാണ്, അത് കുഴപ്പമില്ല, ഓക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും ബസ് എടുത്തു. ഒരു 1.25-2 മണിക്കൂർ കൊണ്ട് നമ്മളെത്തി. നേരെ ഫുഡ് കഴിക്കാൻ കയറി. നമുക്കിവിടെ കേരള ഫുഡ് കിട്ടുന്ന ഒരു പാലസ് കഫേ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ വയറ് നിറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് മെല്ലെ ആടിപ്പാടി നടന്നു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വഴിയിലൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതാണ്
നമ്മളിവിടെ വന്നിട്ട് ദൈവങ്ങളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ രഥങ്ങളൊക്കെ കൊണ്ടുവന്നത് ട്രാക്ടറിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഫോക്ക് ലിഫ്റ്റിൽ കാണുന്നത്. ഇപ്പോൾ ഗണപതിയുടെ വിഗ്രഹം പൊന്തിക്കും താഴ്ത്തും ചെയ്തത് ഫോക്ക് ലിഫ്റ്റിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.